തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുന്റെ പുഷ്പ 2 ബോക്സ് ഓഫീസിൽ കോടികൾ വാരി മുന്നേറുകയാണ്. 11 ദിവസം കൊണ്ട് ചിത്രം 1400 കടന്ന് ജൈത്രയാത്ര തുടരുന്നു. തിങ്കളാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും ആഭ്യന്തര ബോക്സ് ഓഫീസിൽ 30 കോടി ചിത്രം നേടി. ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ സിനിമയായി മാറി. തിങ്കളാഴ്ച മാത്രം ചിത്രം ഇന്ത്യയിൽ നേടിയത് 27.75 കോടി രൂപയാണ്. ഹിന്ദി പതിപ്പിൽ മാത്രം ഇത് 21 കോടിയായിരുന്നു. തെലുങ്കും തമിഴും 5.45 കോടി രൂപ നേടി. നിരവധി റെക്കോർഡുകളും ചിത്രം ഇതുവരെ നേടിക്കഴിഞ്ഞു. ആദ്യ ദിനം തന്നെ 72 കോടി രൂപയാണ് ചിത്രം നേടിയെടുത്തത്. ആഭ്യന്തര ബോക്സ് ഓഫീസിൽ 64 കോടി നേടിയ ജവാൻ ചിത്രത്തിന്റെ റെക്കോർഡാണ് പുഷ്പ മറികടന്നത്. അവധി ദിനത്തിലല്ല ചിത്രം റിലീസ് ചെയ്തതെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. എന്നിട്ടും ഇത്രയധികം കളക്ഷൻ ചിത്രം നേടിയെന്നത് കൗതുകം തന്നെ. ഒരു ഉത്സവ സീസണിലേക്കും റിലീസ് നടത്താതെ 2 തവണയാണ് റിലീസിംഗ് മാറ്റിവെച്ചത്. എന്നിട്ടും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കാൻ ചെറിയ സമയം കൊണ്ട് തന്നെ ചിത്രത്തിന് കഴിഞ്ഞു. പുഷ്പ 2-ന്റെ ഹിന്ദി പതിപ്പാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഒരു ചിത്രം 250 കോടി തികയ്ക്കുന്നതും പുഷ്പ 2 തന്നെ. ചിത്രം വെറും 4 ദിവസം കൊണ്ട് നേടിയത് 291 കോടി. ഇങ്ങനെ നിരവധി റെക്കോർഡുകൾ പഴങ്കഥയാക്കിയാണ് പുഷ്പ 2 നിറഞ്ഞോടുന്നത്. വെറും 2 ആഴ്ച മാത്രമേ ആയുള്ളൂ ചിത്രം റിലീസ് ചെയ്തിട്ട്. എന്നിട്ടും ഇപ്പോൾ തന്നെ 1500 കോടിയും കടന്ന് മുന്നേറുകയാണ് പുഷ്പ 2. ചിത്രം റിലീസ് ചെയ്ത ദിവസം സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. ബുക്ക് മൈ ഷോയിലൂടെ 15 ദശലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ രണ്ടാമത്തെ ചിത്രമായി പുഷ്പ മാറി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.